കൊച്ചിയിലേക്ക് പോകുകയാണ്. അവിടെ മേയർ സ്ഥാനത്ത് നിന്നും കോൺഗ്രസ് നേതാവ് ദീപ്തി മേരി വർഗീസിനെ വെട്ടിയതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനകത്ത് അടിയോടടിയാണ്. ഇന്നിപ്പോൾ എൻ വേണുഗോപാൽ കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് വി.ഡി. സതീശനെ വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നു. വി.ഡി. സതീശൻ അറിഞ്ഞുകൊണ്ടാണ് ദീപ്തി മേരി വർഗീസിനെ വെട്ടിയതെന്നാണ് എൻ വേണുഗോപാലിന്റെ ആരോപണം. ഇത് സതീശൻ ലീഡർഷിപ്പ് കൊടുത്ത ഒരു തെരഞ്ഞെടുപ്പാണിത്. വി.ഡി. സതീശൻ എനിക്ക് തോന്നുന്നില്ല അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളെ ധിക്കരിച്ചുകൊണ്ടിട്ട് ഇവിടെ ആരെങ്കിലും എറണാകുളത്ത് പ്രവർത്തിക്കുമെന്ന് എനിക്കില്ല. എസ് ബീന റാണി കൊച്ചിയിൽ നിന്ന് ചേരുകയാണ്. ബീന, ഇതിപ്പോൾ വലിയ തലവേദനയായി UDF-നും കോൺഗ്രസിനും മാറിയിരിക്കുകയാണ് ഈ ദീപ്തി മേരി വർഗീസിന്റെ പേര് വെട്ടിയ സംഭവം. ഇന്ന് രാവിലെ അജയ് തറയിലിനെ പോലുള്ള നേതാക്കൾ അതിരൂക്ഷമായ വിമർശനം കൊച്ചി DCCക്ക്, എറണാകുളം DCCക്കെതിരെയും സംസ്ഥാന നേതൃത്വത്തിനെതിരെയും നടത്തിയിരുന്നു. അതിന് പിന്നാലെയാണല്ലോ ഇപ്പോൾ എൻ വേണുഗോപാൽ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. തീർച്ചയായും ഗൗതം, ഇന്നലെ മേയർ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതു മുതൽ കോൺഗ്രസിനുള്ളിലെ ഭിന്നത മറനീക്കി പുറത്ത് വന്ന ഒരു സാഹചര്യമാണുള്ളത്. ദീപ്തി മേരി വർഗീസ് മേയറാകുമെന്നുള്ള പ്രചരണം കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്നതിനിടെയാണ് VK മിനിമോളെയും ഷൈനിയെയും ടേമടിസ്ഥാനത്തിൽ മേയറായി ഇന്നലെ പ്രഖ്യാപിച്ചത്. തുടർന്ന് രാവിലെ ദീപ്തി മേരി വർഗീസ് ഇതിനെതിരെ കടുത്ത വിമർശനവുമായി രംഗത്ത് വന്നിരുന്നു. KPCC മാനദണ്ഡങ്ങൾ പാലിച്ചില്ല, കൗൺസിലർമാരോട് അഭിപ്രായം ചോദിച്ചു എന്ന് പറയുന്നതിൽ സുതാര്യതയില്ല, അവർക്ക് സ്വന്തമായി അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ടായിരുന്നില്ല തുടങ്ങിയ ആരോപണങ്ങൾ ദീപ്തി മേരി വർഗീസും ഉന്നയിച്ചു. ഒപ്പം മുതിർന്ന കോൺഗ്രസ് നേതാവ് അജയ് തറയിലും ഇക്കാര്യം വ്യക്തമാക്കി. KPCC മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് ചെയ്തത്, നീതി ഇവിടെ നടപ്പായില്ല, നീതിയുക്തമായ ഒരു നടപടി ആയിരുന്നില്ല ഉണ്ടായത്. തുടർന്ന് വലിയ വിമർശനങ്ങൾ അജയ് തറയിലും അഴിച്ചുവിട്ടിരുന്നു. എന്തായാലും അതിനുശേഷം മുതിർന്ന ഒരു കോൺഗ്രസ് നേതാവിൻ്റെ അഭിപ്രായമാണ് പിന്നീട് വന്നത്. പ്രതിപക്ഷ നേതാവ് അറിയാതെ കൊച്ചിയിൽ മേയർ തെരഞ്ഞെടുപ്പിൽ ഒരു തീരുമാനമുണ്ടാകില്ല, പ്രതിപക്ഷ നേതാവാണ് തെരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകിയത്, അതുകൊണ്ട് പ്രതിപക്ഷ നേതാവ് അറിയാതെ അത്തരത്തിലൊരു തെരഞ്ഞെടുപ്പിലേക്ക് എത്തില്ല. അദ്ദേഹത്തിൻ്റെ അഭിപ്രായം കൂടിയാണ് ഇത്. അതായത് കൃത്യമായി ദീപ്തിക്കെതിരെ, ദീപ്തി പ്രതിപക്ഷ നേതാവിൻ്റെ കൂടി അജണ്ടയായിരുന്നു ദീപ്തി മേരി വർഗീസിനെ മേയർ സ്ഥാനത്ത് നിന്ന് പരിഗണിക്കാതിരുന്നത് എന്ന് വളരെ വ്യക്തമായാണ് മുതിർന്ന കോൺഗ്രസ് നേതാവ് എൻ വേണുഗോപാൽ പറഞ്ഞത്. അതേസമയം മാത്യു കുഴൽനാടൻ MLAയും ഏതാണ്ട് ഇതിനോട് സമയമായ രീതിയിലാണ് സംസാരിച്ചത്. അദ്ദേഹം പറഞ്ഞു, അതായത് ദീപ്തിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതായി അദ്ദേഹം പറഞ്ഞു. അതായത് ഭൂരിപക്ഷം നോക്കിയാണ് ഇത്തവണ മേയറെ തെരഞ്ഞെടുത്തതെങ്കിൽ എല്ലാ കാര്യത്തിലും ആ ഭൂരിപക്ഷം വേണമെന്ന് കൃത്യമായി സതീശനെതിരെ ഒരു ഒളിയം പെയ്തുകൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചത്. കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വരികയാണ്. ആ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിൽ ഭൂരിപക്ഷം നോക്കുന്ന ഒരു പരിപാടി നേരത്തെ കോൺഗ്രസിനുള്ളിൽ ഉണ്ടായിരുന്നില്ല. അതാണ് ഇത്തവണ മാനദണ്ഡമാക്കിയെങ്കിൽ എല്ലാ കാര്യത്തിലും അത് ഉണ്ടാവണം എന്ന് തന്നെയാണ് മാത്യു കുഴൽനാടനും വ്യക്തമാക്കിയത്. ഒരിടത്ത് ഒരു നീതി, മറ്റൊരിടത്ത് മറ്റൊരു രീതി, അത് നടപ്പാകില്ല. KPCC മാനദണ്ഡങ്ങൾ പാലിച്ചില്ല എന്ന് അദ്ദേഹം കൃത്യമായി പറയുന്നില്ലെങ്കിലും ദീപ്തി മേരി വർഗീസിനോട് ചെയ്തത് നീതിയായില്ല എന്ന് തന്നെയാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. അതായത് വനിതാ നേതാവ് എന്ന നിലയിൽ ഒരു വലിയ പോരാളിയായിരുന്നു ദീപ്തി മേരി വർഗീസ്. കൗൺസിലർമാർ എതിർപ്പുകൾ അറിയിച്ചെങ്കിൽ പോലും അത്തരത്തിൽ എതിർപ്പുകൾ ഉണ്ടാവുക സ്വാഭാവികമാണ്. പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് മാത്രമേ എതിർപ്പുകൾ ഉണ്ടാവുകയുള്ളൂ, പ്രവർത്തിക്കാതിരിക്കുന്നവർക്ക് എതിർപ്പുകൾ ഉണ്ടാകുന്ന സാഹചര്യം വരുന്നില്ല. അതുകൊണ്ട് തന്നെ ദീപ്തി മേരി വർഗീസിനോട് ഇത്തരത്തിൽ KPCC ചെയ്തത് ശരിയായില്ല എന്നൊരു അഭിപ്രായത്തിലേക്കാണ് മുതിർന്ന പല കോൺഗ്രസ് നേതാക്കളും. ഇപ്പോൾ വി.ഡി. സതീശൻ തന്നെയാണ് ഈ ദീപ്തി മേരി വർഗീസിന്റെ പേര് വെട്ടിയത് എന്നാണ് പല കോൺഗ്രസ് മുതിർന്ന നേതാക്കളും വിമർശിക്കുന്നത്. ബീന റാണിയാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേർന്ന്. ഇനിയും